സമയം, ടൈം മാനേജ്മെൻറ്റ്. യഥാർത്ഥത്തിൽ നമുക്ക് ഈ സമയത്തെ ഒന്നും മാനേജ് ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മളുടെ പരിധിയിൽ നിൽക്കുന്ന സംഗതിയൊന്നുമല്ല ഈ സമയമെന്ന് പറയുന്നത്. പക്ഷേ സമയത്തിനനുസരിച്ച് നമുക്ക് സ്വയം ക്രമീകരണം വരുത്താൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് സമയമാണ് ജീവിതം എന്ന് പറയുന്നത്. എത്ര സമയം നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്ന് നമുക്കാർക്കും അറിയില്ല. പക്ഷേ ഉള്ള സമയം എങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയും. എൻ്റെ ചോദ്യം ഇതാണ്: നമ്മളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഹൈ വാല്യൂ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഒരു ഹൈ വാല്യൂ സിസ്റ്റം ഉണ്ടാവും. അവർ ഏറ്റവും ഉയർന്ന പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങളുണ്ടാവും. ആ സിസ്റ്റത്തിൽ 2 കാര്യങ്ങളുണ്ടെന്ന് ഉറപ്പുവരുത്തണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് ഒന്ന്, സെൽഫ് കെയർ. നമ്മളുടെ ആരോഗ്യത്തിനും നല്ല ആഹാരം കഴിക്കുന്നതിനും അല്പസമയം വിശ്രമിക്കുന്നതിനും നന്നായി ഉറങ്ങുന്നതിനും ഇഷ്ടപ്പെട്ടവരോടൊപ്പം അല്പസമയം ചെലവഴിക്കുന്നതിനുമൊക്കെ ഒരു ദിവസം മാറ്റിവെക്കാൻ, ഒരു ദിവസത്തിലെ കുറച്ച് സമയങ്ങൾ മാറ്റിവെക്കുന്ന ശീലം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്മളെ നമ്മളായി നിലനിർത്തുന്ന ജീവിക്കുന്നിടത്തോളം കാലം നമ്മൾ എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ട്: സെൽഫ് കെയർ. സ്വയം കെയർ ചെയ്യാൻ. സ്വയം കെയറിൻ്റെ ഭാഗമാണ് നമ്മളീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും. വ്യായാമവും നല്ല ആഹാരവും ഇഷ്ടപ്പെട്ടവർക്കൊപ്പം സമയം ചെലവഴിക്കലും നമ്മുടെ വിശ്രമവും കുറച്ച് സമയത്തുള്ള എൻ്റർടൈൻമെൻറ്റ് ഉൾപ്പെടുന്ന കുറച്ച് സമയം നമ്മുടെ എല്ലാ ദിവസവും മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സെൽഫ് കെയറിന് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തത്, നമ്മളെ നിലനിർത്തുന്നത്, നമ്മളെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ നിലനിർത്തുന്നത് ഒരു ഹൈ ഇൻകം സ്കില്ലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൈ ഇൻകം ജോബ് നമുക്കുണ്ടാകാം, ഹൈ ഇൻകം പ്രൊഫഷൻ ഉണ്ടാകാം. അത് രണ്ടിനെക്കുറിച്ചുമല്ല പറയുന്നത്. അതിനോടൊപ്പം ഏത് സാഹചര്യത്തിലും ഏത് സ്ഥലത്തും എപ്പോഴും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഹൈ ഇൻകം സ്കില്ല് നമ്മൾ കണ്ടെത്തണം. ഇന്നത് കണ്ടെത്താൻ വലിയ പ്രയാസങ്ങളൊന്നുമില്ല. പേഴ്സണൽ ബ്രാൻഡിങ്, ഇൻഫ്ലുവൻസിങ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പിന്നെ ട്രേഡിംഗ്, ടീച്ചിങ്, ഒരുപാട് സാധ്യതകളുള്ള ഹൈ ഇൻകം സ്കില്ലുകളുണ്ട്. ഈ സ്കില്ലുകൾ നമ്മൾ നിരന്തരമായി പരിശീലിക്കുകയും അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും വേണം. AI ഉപയോഗിച്ചും ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടും നമ്മുടെ സ്കില്ലിനെ മൂർച്ച കൂട്ടാൻ എല്ലാ ദിവസവും ചുരുങ്ങിയതൊരു മണിക്കൂറെങ്കിലും, ഏറ്റവും ഭംഗിയായത് 90 മിനിറ്റ്, 1.5 മണിക്കൂറെങ്കിലും നമ്മുടെ ഹൈ ഇൻകം സ്കില്ലിന്, ഇല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ, ഉണ്ടെങ്കിൽ അതിനെ നിലനിർത്താനും അതിനെ നവീകരിക്കാനും നമ്മൾ സമയം കണ്ടുവയ്ക്കണം. നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഈ 2 കാര്യങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ എല്ലാ ദിവസവും ഉറപ്പുവരുത്തുക. ജീവിതം മനോഹരമാകട്ടെ. ഡു ഇറ്റ് നൗ, ഡു ഇറ്റ് ടുഡേ. ഹാപ്പി ലൈഫ്.